ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുഭദ്ര സതീശൻ. ഒരു വ്യക്തി ഏറ്റവും അസഹിഷ്ണുവാകുന്നത് എപ്പോഴാണ്? നമുക്കൊരാളെ ഏറെ ഇഷ്ടമാണെന്ന് നമുക്ക് നമ്മോട് തന്നെ ഉറപ്പാക്കാൻ എന്താണ് വഴി? ഇനി ഒരാൾ നമ്മളെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മളോട് പറയുമ്പോൾ അതിലത്തെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ എന്താണ് മാർഗം? 3 ചോദ്യങ്ങൾക്കുമുള്ള ഒറ്റ ഉത്തരവാണ് വിമർശനം എന്ന വാക്ക്. നോക്കൂ, ഒരാൾ വിമർശിക്കപ്പെടുമ്പോഴാണ് ആ വ്യക്തിയുടെ തനി നിറം പുറത്തു വരിക. നമ്മളടക്കം നമ്മളേറെ പ്രിയപ്പെടുന്ന ഒരാളോട് ആ വ്യക്തിയുടെ ശീലങ്ങളിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അതൊന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം കാണിച്ചു നോക്കൂ. നമുക്ക് മനസ്സിലാവും, ആ കണ്ണുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം. നമ്മളോടും അതേപോലെ തന്നെ നമ്മളേറ്റവും സ്നേഹിക്കുന്ന ഒരാളാണെന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മളിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് ഉടലെടുക്കുന്നതെങ്കിൽ ഉറപ്പിക്കാം, അത്രയ്ക്കൊന്നും സ്നേഹം നമുക്കവരോടില്ല. പണ്ട് സാഹിത്യത്തിൽ വിമർശകർ എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവരിലൂടെയാണ് നല്ല നല്ല പുസ്തകങ്ങൾ വായനക്കാരിൽ എത്തിയിരുന്നത്. ഇന്ന് സെൽഫ് പ്രൊമോഷൻ്റെ കാലമാണ്. ഞാൻ എഴുതുന്നത് എനിക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല എന്നൊരു കാലം. എല്ലായിടത്തും വിമർശനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നുമല്ല ഒരു വ്യക്തിയെ അസ്വസ്ഥമാക്കുന്നത്, വിമർശനമാണ്. അത് സാധാരണ മനുഷ്യനാണെങ്കിലും ശരി, ഭരണാധികാരികളാണെങ്കിലും ശരി. നമസ്കാരം. താങ്ക് യു സോ മച്ച്.